ഇറാനാണ് എല്ലായിടത്തും ചർച്ച. അപ്പോൾ അത് സംബന്ധിച്ചിപ്പോൾ ഒരു എൻ്റെ സ്വന്തം ചാനലായ ജനം ടി വിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊരു യുദ്ധം എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം പറയുക, വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുക. പിന്നെ ഇതിനകത്ത് പക്ഷം പിടിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലൊക്കെ പക്ഷം പിടിക്കുന്ന പോലെ ഇതിനകത്തൊരു പക്ഷം പിടിക്കുന്നത് കണ്ടു. ഇതിനകത്തൊരു പക്ഷം പിടിക്കാനില്ല. കാരണം ഇതൊരു ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലോ ആ രീതിയിൽ ആണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ എന്താണ്, ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് നമ്മളുടെ മുഖ്യമന്ത്രി പറയുന്നു, ഇറാനിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. ഇറാനിയൻ ജനത പോലും ഇസ്രായേലിൻ്റെ ഒപ്പമാണ്. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ രീതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണിത്. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ IRGCയും അതുപോലുള്ള ആളുകളൊക്കെ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ആ നാട്ടുകാരെ തന്നെയാണ് ബാധിക്കുന്നത്. അവരിതെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഹിജാബ് പ്രക്ഷോഭം മഹ്സാമിനിയുടെ വിഷയവുമായി കണക്ട് ചെയ്തിട്ടുള്ളതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആക്ടിവിസത്തിലൊക്കെ വലിയ തോതിൽ മുന്നിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു 1979 ഇറാനിലുണ്ടായ ആ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ അത് ഉൾട്ട കൊണ്ടുവരാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് അവിടെ ഒരു റവല്യൂഷനാണ്, ഒരു സെക്യുലർ ആയിട്ടുള്ളൊരു റവല്യൂഷൻ. അതും കൂടിയാണ് സംഭവിക്കുമ്പോൾ ഈ ചിത്രം പൂർത്തിയാവും. ആ ജനത അവിടെ ലിബറേറ്റഡ് ആവുന്നൊരു അവസ്ഥയിലേക്ക് അത് വരും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് അവർ സ്വപ്നം കാണുന്നത്. ആ ജനതയുടെ ആവശ്യമാണത്. അപ്പോൾ അതിനുള്ളൊരു തുടക്കം കൂടിയായിട്ടാണ് അവിടെയുള്ള ആളുകൾ ഇതിനെ കാണുന്നത്. ഇതിനൊരു ഒരു തുടക്കമാവട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ വിഷയത്തിലൊരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഇതിനെ യുദ്ധം എന്ന് വിളിക്കുന്നത് പോലും ശരിയല്ല. അതിനകത്ത് പക്ഷം പിടിക്കേണ്ട ആവശ്യം പോലും ഇറാനിയൻ ജനതയുടെ ആവശ്യം കൂടിയാണ് ഈ പറയുന്ന ഇറാനിലെ തീവ്രവാദം അല്ലെങ്കിൽ അത്തരം ഒരു തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, IRGC അതുപോലെ അവിടുത്തെ ഈ മത നേതൃത്വം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ ഇതിൽ നടക്കുന്നത്. ഇത് ആ ജനതയ്ക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന് മൊത്തത്തിലും അവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നു. പിന്നെ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടത്, ഇസ്രായേലിൻ്റെ നേർക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ, ഡ്രോണുകളൊക്കെ വെച്ച് ഇടുന്നതിൽ ജോർദാനും അതുപോലെ സൗദി അറേബ്യയൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലിനോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ജോർദാനും സൗദിയും കൂടിയൊക്കെയാണ്. ആ ലെവൽ വരെ കാര്യങ്ങൾ പോകുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും അതുമാത്രം ഞാനൊന്ന് പറയുകയാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പലതും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോക്കിരിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് യൂണിക്കോണിൽ നിന്നും ഒന്ന് തുടങ്ങാം. യൂണിക്കോൺ, പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഈ ഒരു വേദി? ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? ഇല്ല, ഞാൻ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുള്ളത് നേരത്തെ വന്നിട്ടുള്ളത് ഓഡിയൻ ആയിട്ടാണ്, മീൻസ് ഇത് സംസാരിക്കുന്ന ആള് ഒരു ഗസ്റ്റ് ആയിട്ട് ആണ് വന്നിട്ടുള്ളത്. പറഞ്ഞാല് ഒരു കൈപ്പള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേടി കുറവുണ്ട്. കൈപ്പള്ളിക്ക് എന്താ കുഴപ്പം? കൈപ്പള്ളി എന്നെ തന്നെ തേക്കുക, അതന്നെ കുഴപ്പം. അതെ, അത് ശരി. അപ്പൊ നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം എന്നാണല്ലോ ആരിഫ് എപ്പോഴും പറയാറ്. തീർച്ചയായിട്ടും ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലേ. അതെ, യെസ്. അപ്പൊ പറഞ്ഞോളൂ, എന്താണ് അവിടെ ട്രംപ് എന്തൊക്കെയാണ് ചെയ്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? മീഡിയ ആണ് പറയുന്ന അമേരിക്ക കത്താണെന്നാണല്ലോ. എന്താ അവിടെ സംഭവിച്ചത് സത്യത്തില്? അത് കുറെ പറയാണ്ട്, ഞാൻ ടൈം എടുക്കുന്നില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ പറയാം. ബേസിക്കലി ഇവിടെ സാങ്ച്വറി സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളുണ്ട്. അവര് ഭയങ്കര പ്രോ ഇമിഗ്രേഷൻ ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക് സിറ്റി, ഷിക്കാഗോ, അങ്ങനെയുള്ള അവർ ഹിസ്റ്റോറിക്കലി ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ ഒരു പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് സ്റ്റേറ്റില് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഐസ് പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അവരുമായിട്ട് നേരിട്ട് കോഓപ്പറേറ്റ് ചെയ്യൂല, ആസ് ലോങ് ആസ് ദേ ആർ നോട്ട് ഡൂയിങ് എനി വയലന്റ് ക്രൈംസ്. അതാണ് അവരുടെ ഒരു പോളിസി. അപ്പം അത് ട്രംപ് ജയിച്ച തന്നെ ആന്റി ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ. അവര് കുറച്ചൊക്കെ വയലന്റ് ക്രിമിനൽസിനൊക്കെ പുറത്താക്കി. പക്ഷെ ഇപ്പൊ അവർക്ക് കോട്ട തെറ്റിക്കാൻ വേണ്ടിയിട്ട് ക്രിമിനൽസ് അല്ലാതെ അൺഡോക്യുമെന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇമിഗ്രൻസിനെയും പുറത്താക്കുന്നതായിട്ട് കാണിക്കണം. അതാണ് അവരുടെ ബേസ് അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അയാളൊരു എല്ലാവർക്കും അൺലിമിറ്റഡ് പവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതിൽ കാണേണ്ടത് ബേസിക്കലി ഇതൊരു നെറേറ്റീവ് ആണ്. ട്രംപിനും ഇത് നല്ലതാണ്, കാരണം അതാണ് അയാളുടെ, ദാറ്റ്സ് ഹിസ് വോട്ടർ ബേസ്, അതാണ് അവർക്ക് വേണ്ടത്. അതേപോലെ തന്നെ കാലിഫോർണിയയിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഗാവിൻ ന്യൂസം, അയാളാണ് നെക്സ്റ്റ് കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അയാൾ പല കളികളും കളിക്കുന്നുണ്ട്. അപ്പം അത് ഇയാൾക്ക് പ്രോ ആയിട്ട് വരാണ്. പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അയാൾക്കും നല്ലതാണ്. അപ്പൊ പലതരത്തിലുള്ള ഇതിന്റെ ഒക്കെ അവസാനം പലതരത്തിലുള്ള വിന്നേഴ്സ് ആണ് വരുന്നത്.
ഞാൻ കുറെ പറയാനുണ്ട്. പക്ഷെ ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് മെക്സിക്കൻ ഫ്ലാഗ് ഒക്കെ വേവ് ചെയ്ത് US ഫ്ലാഗ് കത്തിച്ചിട്ടാണ് അവര് പ്രക്ഷോഭം നടത്തുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ മറ്റേ എന്താണ് കഫിയയും പാലസ്തീൻ ഫ്ലാഗും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മീമില്ല നമ്മളെ നാലാൾക്കാർ ഇരിക്കുമ്പോൾ നടുവിൽ ജഗതി ഒരു ടീഷർട്ട് ഇട്ടിരിക്കുന്നവര്. അപ്പൊ ബേസിക്കലി എവിടെ അനാർക്കിസ്റ്റ് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഈ കള്ളിമുണ്ട് സാധനം ഉണ്ടാവും. അപ്പം അതുകൂടെ ഉണ്ട്. അത് ആ- ആ, അത് അത് അതുണ്ട്. അത് ഇനി ഞാനും വെച്ചിട്ട് പ്രോ അതെ പാലസ്തീൻ ആണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കണ്ട. ബാക്കിൽ അതെ. ജൂയിഷ് ഫ്ലാഗും ഉണ്ട്, മറ്റേ അല്ല അതുകൊണ്ട് ഇസ്രായേൽ ഫ്ലാഗും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ധൈര്യം. അതെ. ആ അപ്പം അപ്പൊ ഇതുമായിട്ടാണ് കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളത്. ബേസിക്കലി ദിസ് ഹാസ് ബിക്കം എ സിമ്പിൾ ഓഫ് ഓൾ കൈൻഡ്സ് പിന്നെ ഓഫ് ഇതുണ്ട് ഇപ്പം, അനാർക്കിസ്റ്റ് പ്രൊട്ടസ്റ്റ്. ഇതുണ്ട് എന്താണത്? ഇതുണ്ട് അതുണ്ട്. യെല്ലോ ഓക്കെ. പിൻ. ആ അതെ. അപ്പൊ നമ്മുടെ കളി. അങ്ങനെയൊക്കെയുള്ള പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ പോകുന്നില്ല, പക്ഷെ അതൊക്കെയാണ് ഇതിൻ്റെ ഇവിടെ ഇടയിൽ ഒരു നടക്കുന്നത്. ഒരു ഇന്ത്യൻ പയ്യനെ ഇതുപോലെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അത് കണ്ടിരുന്നോ? ഇല്ല, അത് ഞാൻ കണ്ടില്ല. പ്രൊട്ടസ്റ്റിന് പോയോ? പ്രൊട്ടസ്റ്റ് അല്ല, ഒരു ആ ഇന്ത്യൻ പയ്യൻ്റെ ഇമിഗ്രേഷനുമായി കണക്ട് ചെയ്തിട്ട് സ്റ്റുഡൻറ് വിസയിലാണെന്ന് തോന്നുന്നു ആൾ വന്നത്. അപ്പോൾ അതെന്തോ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ആയിട്ട് ഒരു കുറച്ച് വിഷയം അവര് ഉണ്ടായി. പലതരത്തിലും സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന എല്ലാം ഒന്നും ശരിയാണെന്നും പറയാൻ പറ്റില്ല. കാരണം ന്യൂയോർക്കിൽ തന്നെ അവര് ഇമിഗ്രേഷൻ കോർട്ടിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ മീൻസ് ദേ ആർ ട്രൈങ് ടു ലീഗലൈസ് ദംസ്, അല്ലെങ്കിൽ അവര് ദേ ആർ കംപ്ലൈങ് ടു ദ പോളിസീസ്. അങ്ങനെയുള്ള ആൾക്കാരെ ഈ കോർട്ടിൽ പോയിട്ടും പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബ്രൗൺ ആയിട്ട് കാണുന്ന ആൾക്കാരെ വഴി വെച്ച് തടയുക, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയിലിരുന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇവര് ഒരു നുഴഞ്ഞു കയറി വന്നതല്ലേ. അപ്പം അങ്ങനെയല്ല. ഈ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഇക്കോണമിയിൽ ദേ ആർ പാർട്ട് ഓഫ് ഇറ്റ്, ദേ വെരി മച്ച് പാർട്ട് ഓഫ് ഇറ്റ്, ദേ പേ ടാക്സസ്, റൈറ്റ്? ആൻഡ് ദേ ആർ ദ റീസൺ വൈ എ ലോട്ട് ഓഫ് ജോബ്സ് ആർ സോ ചീപ്പ്. അവരെടുക്കുന്നത് അമേരിക്കൻസിന് ആവശ്യമില്ലാത്തുള്ള ജോലികളാണ്. അപ്പൊ അവര് പോകുന്നതും ശരിക്കും എക്കോണമിനെ നെഗറ്റീവായിട്ടും ബാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള സോഷ്യോ എക്കണോമിക് ഡിസ്കഷൻസിനൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കൂടുതൽ പറയാൻ സമയം എടുക്കുന്നില്ല. വിശദമായിട്ട് പോക്കരി 2 വാക്ക് തുടങ്ങിക്കോളൂ. രണ്ട് വാക്കല്ല, കുറച്ച് സ്ലൈഡ് ഉണ്ട്. ആണോ? സ്ലൈഡ് ഇപ്പോൾ നമ്മളിങ്ങനെ കാണും. ഒരു ഉണ്ട്. ഇതൊരു തരികട ഇന്റർനെറ്റ് ആണ്. ഞാൻ പോയാൽ ചത്തൊന്ന് വിചാരിച്ചാൽ മതി. കാരണം ഓ, ഇത് കറണ്ട് പോയി. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. ചങ്കിക്കൊള്ളുന്നൊന്നും പറയല്ലേ പോക്കരി. അല്ല, അങ്ങനെയല്ല, അല്ല, എന്റെ ഇന്റർനെറ്റ് ആരിഫ് ചത്തൊന്ന്. കുറച്ച് നേരമല്ലേ ഉള്ളൂ. അപ്പം എന്താ ചെയ്യണ്ടേ? അത് അല്ലെങ്കിൽ കുഴപ്പമില്ല, ആരിഫ് പോയിട്ട് സ്ലൈഡ് കാണിക്കണോ? വേണ്ട. അതല്ല, എന്റെ സ്ലൈഡ് വെയിറ്റ് ചെയ്യണോ? എന്റെ സ്ലൈഡ് ഒന്ന് ഞാൻ കാണിക്കണം. അല്ല, വെയിറ്റ് ചെയ്യണോ കറണ്ട് കാണിക്കണം വരുന്നവരെ? കാണിക്കണം. ഓക്കെ, അപ്പോൾ ഞാനത് കാണിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, കഴിഞ്ഞു. അത് വരുമ്പോ ഈ ചാറ്റിലൊക്കെ ഉള്ള ഒരു സംശയം ഞാൻ തീർത്തു കൊടുക്കുകയാണെ. പാത്തു അല്ല പിങ്ക് യൂണിക്കോൺ. പിങ്ക് യൂണിക്കോൺ വേറെ, പാത്തു വേറെ കേട്ടോ. 10 ഇനി വരെ അത് ചോദിക്കരുത്. മറ്റേ അത് ആ ഹിക്കാന്റെ പാത്തു, ഇത് വേറെ. അത് ആ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് അത് വേറെ, ഇതൊക്കെ വേറെ വേറെയാണ്. ഇതൊക്കെ വേറെ. എന്നോട് അങ്ങനെ ചോദിക്കണേ, എന്താണ് അവരുടെ പേര് മറന്നുവല്ലോ. നുസ്രത്ത് ജഹാൻ. നുസ്രത്ത് ജഹാൻ. നുസ്രത്ത് അതല്ല, ജഹാൻ ആണോ എന്ന് ചോദിക്കുന്ന ആളുണ്ട്. അല്ല, വേണമെങ്കിൽ ഒന്ന് ക്യാമറ ജസ്റ്റ് ഇങ്ങനെ മിന്നി അങ്ങോട്ട് വിട്ടോ, എന്നാ പിന്നെ പണി എളുപ്പമായി. വേണോ? വേണോ? ധൈര്യമുണ്ടോ? ഉത്തിനി ഹിമ്മത്ത്. പിന്നെ ഒരിക്കലാവട്ടെ. ആയിക്കോട്ടെ, ഒരു ദിവസം വരും, തൂണ് പൊളിച്ചും മുഖം കാണിച്ച് വരും. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, നേരത്തെ കണ്ടിരുന്നു. യെസ്, കാണാം. ഓക്കെ, ഇത് ഗാസയിൽ നിന്ന് മുമ്പ് ഒക്ടോബർ 7 കൊല്ലപ്പെട്ട ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെടുത്തിരുന്നു. ഇസ്രായേൽ IDF-ൻ്റെ മുന്നേറ്റം വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവിടെ ഏതാണ്ട് ഹമാസിൻ്റെ കാര്യം തീരുമാനമായി എന്നാണ് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ പോവാണ്, കാരണം ഇൻ്റർനെറ്റ് പോകുമെന്ന് അറിയില്ല. മറ്റ് ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലേക്ക് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ഒരു വലിയ യുദ്ധം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള പോലുള്ള ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ വളരെ വ്യാപകമായിട്ടുള്ള യുദ്ധം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ തെഹ്റാനിൽ അങ്ങനെ പറന്ന് കളിക്കുകയാണ്. അതായത് ഇറാൻ്റെ വ്യോമ മേഖലയിൽ ഇസ്രായേലിന് പൂർണ്ണമായ ആധിപത്യം. ഇന്ത്യയുടെ എയർ സ്പേസിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഇങ്ങനെ പാറിക്കളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പ്രതിരോധമില്ലാതെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഒരു രാജ്യത്തിൻ്റെ വ്യോമ മേഖല പൂർണ്ണമായിട്ട് മറ്റൊരു രാജ്യം കൈയടക്കി വെച്ചിരിക്കുന്നു. ഇത് തുടങ്ങാനുണ്ടായ കാരണമായിട്ട് പറയുന്നത്, ഇറാൻ ഈ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം എൻറിച്ച്മെൻറ്റ് കൂട്ടുകയും ഒരു ബോംബിലേക്ക്
അവരെത്തും എന്നുള്ളത് ഏതാണ്ട് ഇസ്രായേൽ ഇൻ്റലിജൻസിന് വിവരം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് വ്യത്യസ്ത തരം ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാൻ്റെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ തകർക്കുന്ന ഒരു ഭാഗത്ത്, അവരുടെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം, അവരുടെ മിലിറ്ററി കമാൻഡർമാരുടെ അവരെ കൊലപ്പെടുത്തുന്നത്, ഒപ്പം 9 ഓളം ന്യൂക്ലിയർ അവരുടെ ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ചില അഭ്യൂഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ പ്രൈവറ്റ് വിമാനങ്ങളിൽ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഈ സമയങ്ങളിലൊക്കെ ട്വിറ്ററിലും മറ്റും ഇങ്ങനത്തെ വാർത്തകൾ വരുന്നതാണ്. അതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ടൊരു ഫാക്റ്റായിട്ട് പറയല്ല. ഇറാനിലെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് ഒരു രാജ്യം എന്ന നിലയ്ക്ക്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ആക്രമണം ഉണ്ടാവും. അതായത് മുമ്പ് സംഭവിച്ച പോലെ ഒക്ടോബർ ഏപ്രിൽ 2024 സംഭവിച്ച പോലെ ഒറ്റപ്പെട്ട ആക്രമണവും തിരിച്ചടിയുമല്ല, തുടർച്ചയായിട്ട് ഇസ്രായേൽ ഇറാനുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ആക്രമണം നടത്തുന്നതായിട്ട് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പലതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് അവരുടെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥയും അവരുടെ ബലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണ് ആക്രമിച്ചിട്ടുള്ളത്. മറ്റൊന്ന് തെഹ്റാനിൽ പ്രധാനമായിട്ട് അവരുടെ മിലിറ്ററി കമാൻഡർമാരെയും, മിലിറ്ററി എന്ന് പറയുമ്പോൾ IRGC ഉൾപ്പെടെയുള്ള അവരുടെ മിലീഷ്യ ഉൾപ്പെടെയുള്ള അവരുടെയും ആ കൂട്ടത്തെയും അവരുടെ ഒഫീഷ്യൽ ആർമിയുടെ തലവനെയും അടക്കം ഇസ്രായേൽ തീർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം അവരുടെ ഡ്രോൺ അതുപോലുള്ള മിസൈൽ ഇതിൻ്റെയൊക്കെ കൈകാര്യം ചെയ്യുന്ന കമാൻഡർമാരെയും ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. അവരുടെ വിശദാംശം നമ്മൾ വൈകാതെ കാണാം. പിന്നെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. വൈകാതെ മറ്റ് ആണവ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇത് 14 ദിവസം മുതൽ മാസങ്ങൾ നീണ്ടു നിൽക്കാം എന്ന് IDF ഓൾറെഡി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പട്ടാളം സൈന്യം ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹു ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഇവരുടെ 3 പ്രധാന ആണവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്ഫഹാനിലും, ഒന്ന് നതാൻസിലും, ഫോർദോവ് എന്ന് പറഞ്ഞ സ്ഥലത്തും. ഇസ്ഫഹാനിലും നതാൻസിലും ആണവ കേന്ദ്രത്തിന് നേരെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ തകർന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും. ചില ചിത്രങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോർദോവിലെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. അവിടെയും ഒരു ന്യൂക്ലിയർ കേന്ദ്രമുണ്ട്. ഈ ന്യൂക്ലിയർ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ഇതിനോടനുബന്ധിച്ച ന്യൂക്ലിയർ കേന്ദ്രങ്ങളുണ്ട്. അവിടെ വേറെ ടെക്നോളജിയോ വേറെ സാങ്കേതിക വിദ്യയൊക്കെയാണ് അവിടെ അവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന പ്രത്യേക കാര്യമായിരിക്കില്ല, പക്ഷേ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട മറ്റ് ഫെസിലിറ്റികളാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം, മിലിറ്ററി നേതൃത്വത്തെ ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ നടുവിലുള്ള പോയിന്റ് ഇത് IDFൻ്റെ ഔദ്യോഗിക അറിയിപ്പാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ പല വിവരങ്ങളും ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ചില വിവരങ്ങൾ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു നിലയ്ക്ക് മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇത് സത്യമാണ് എന്നാണ് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ അകത്ത് നിന്ന് ഈ ആക്രമണം എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇറാനിൽ ആക്രമിക്കുന്നു. മറുവശത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഇറാനിലെ മൊസാദിൻ്റെ ഏജൻറ്റുമാർ അവർ കളക്ട് ചെയ്ത ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഇറാനിലേക്ക് മറ്റ് രാജ്യങ്ങൾ വഴി കടത്തിക്കൊണ്ടുവന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിടാൻ സാധ്യതയുള്ള മിസൈലുകൾ, അതിന് നേരെ ആ ഡ്രോണുകൾ വെച്ച് അവിടെ ഒരു ഡ്രോൺ ബേസ് തന്നെ ഇറാനിനകത്ത് മൊസാദ് ഏജൻറ്റുകൾ അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് ഉണ്ടാക്കി അത് വെച്ച് ഡ്രോണുകൾ വിട്ട് ഇതേപോലെയുള്ള കേന്ദ്രങ്ങൾക്ക് തകർത്തുകയും ഇതേപോലത്തെ കുറച്ച് ആൾക്കാരെ അവർ, അതായത് മിലിറ്ററി നേതൃത്വത്തിൽ, ഇറാൻ്റെ മിലിറ്ററി നേതൃത്വത്തിലുള്ള ആളുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആളുകളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പ്രധാനമായിട്ട് ഇയാളുടെ ചിത്രം നിങ്ങൾ ഒരുപക്ഷെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, ഇയാളുടെ പ്രസ്താവനയും. അതേപോലെ നമ്മുടെ IRGCയുടെ കമാൻഡറായിട്ടുള്ള ഇസ്മായിൽ ഹാനി അല്ല, ഹുസൈൻ സലാം, ഈ നമ്മുടെ മുമ്പത്തെ ആളായിട്ടുള്ള കാസിം സുലൈമാനി, അയാളുടെ പകരക്കാരനാണ് ഈ ഹുസൈൻ സലാം. അപ്പോൾ ഇവരൊക്കെയാണ് തകർത്തിട്ടുള്ളത്, കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൊലപ്പെടുത്തിയ ആളുകളുടെ പൊസിഷൻ, അവരുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അവരുടെ പദവി നോക്കിയ കാര്യം മനസ്സിലാവും. പ്രധാനമായിട്ട് ഇസ്രായേൽ ഇറാനെ ഒരു ഔദ്യോഗിക യുദ്ധത്തിൽ പെടുത്തിക്കഴിഞ്ഞാൽ അതിന് പ്രതികരണം നടത്തേണ്ട ആൾക്കാരെ ഇസ്രായേൽ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൈന്യത്തിൻ്റെ തലവനാണ് ഒരു പ്രതിരോധത്തിൻ്റെ ആവശ്യം വന്ന ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ
പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ആ പ്ലാൻ ഉണ്ടാക്കേണ്ട ആൾക്കാരെ തന്നെ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും മുഹമ്മദ് ബഹേരി അത് ഇറാൻ്റെ ഒഫീഷ്യൽ ആർമിയുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ്. ഒപ്പം ഹുസൈൻ സലാമിയും ഇസ്മായിൽ ഖാനി എന്ന് പറഞ്ഞ ഈ IRGC-യുടെ കുദ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ആളാണ്. മറുവശത്ത് ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഡ്രോണ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പേര് പറഞ്ഞോ, കുട്ടികൾക്കൊക്കെ ഇടാലോ നല്ല നല്ല പേര്. ഓക്കെ, എന്തായാലും അല്ല, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ മിസൈൽ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു കമാൻഡർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് പകരക്കാരനായിട്ട് ഇപ്പം ചില പദവികളിലേക്ക് ഈ നമ്മുടെ ആയത്തുള്ള അലി ഖൊമൈനി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നടുവിലുള്ള ഈ കുത്ത് ഇവിടെ ആയത്തുള്ള അലി ഖൊമൈനിയാണുള്ളത്. മൂപ്പരുടെ കാര്യം എന്താണെന്ന് അറിയില്ല, പക്ഷേ മൂപ്പരിപ്പോഴും ജീവനോടെ ഇപ്പുണ്ട്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആക്രമണം ഇതുവരെ നടത്തിയിട്ടില്ല, പക്ഷേ ഇനിയും ഇറാൻ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടിരുന്നാൽ പ്രതിരോധം വീണ്ടും കനത്തതായിരിക്കും, അല്ലെങ്കിൽ പ്രതികരണം കനത്തതായിരിക്കും. ഒരുപക്ഷെ ഈ ആയത്തുള്ള അലി ഖൊമൈനിയെയും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പകരമായിട്ട് ഇറാൻ ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്ന അതിൻ്റെ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടാണ്. എന്തായാലും ഇത് ഒരു വശത്ത്. മറുവശത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിസിഷനാണ് അവിടെ കാണുന്നത്. അതായത് ഇസ്രായേൽ ഈ കമാൻഡർമാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒക്കെയാണ് കൊലപ്പെടുത്തിയിട്ട്, ഒപ്പം ഇവന്മാരെ പറ്റിച്ചുകൊണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദിൽ ചാരന്മാർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെ ഒരു യോഗത്തിൽ സാധാരണഗതിയിൽ ഈ ആളുകളെയൊക്കെ അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് വെവ്വേറെ സ്ഥലങ്ങളിലാണ് പാർപ്പിക്കാറ്, അല്ലെങ്കിൽ അതാണ് പ്രോട്ടോക്കോൾ. ഇവർക്ക് ഒരു എന്താ പറയുക, അപ്രഖ്യാപിത സുരക്ഷിതത്വം ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ചർച്ച ഇവർക്ക് കൊടുത്തത് കാരണം ഇവർ പ്രോട്ടോക്കോൾ തെറ്റിച്ച ഒരു യോഗം കൂടി. അങ്ങനെയാണ് മിക്ക കമാൻഡർമാരും ഒറ്റയടിക്ക് തീർന്നത് എന്നാണ് പറയപ്പെടുന്നത്. മറുവശത്ത് ഇസ്രായേൽ ഇതുപോലെ അപ്പാർട്ട്മെൻറ്റുകളിലേക്കും ബിൽഡിങ്ങുകളിലേക്കും അവർ താമസിക്കുന്ന സ്ഥലത്ത് ബാക്കിയുള്ളവരെ ഇതുപോലെ മിസൈൽ വിട്ട് തീർത്തു. എത്രത്തോളം പ്രിസൈസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. ഈ ബാക്കിയുള്ള മുറികളൊന്നും സംഭവിച്ചിട്ടില്ല. അവർ താമസിക്കുന്ന ആ ഒരു പ്രത്യേക പ്രദേശം മാത്രമായിട്ട് ഇസ്രായേൽ തകർക്കുകയാണ്. ഇത് ഇസ്രായേലിൻ്റെ ഒരു പൊതുവിലുള്ളൊരു ടാക്റ്റിക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകതയാണ്. അവരെ കറക്റ്റ് ഡ്രിൽ ചെയ്യുന്ന ഒരു തരം സാധനമാണെന്നാണ് പറഞ്ഞത്. ഡ്രിൽ ചെയ്ത് അതെ, ഈ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മിസൈൽ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വാർത്തയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇസ്രായേലിന് വേണമെങ്കിൽ ഈ സിവിലിയൻസിനൊക്കെ കൊന്നിട്ടും ഇത് ചെയ്യാം. പക്ഷെ അവർ ഈ മുൻകരുതലെടുത്ത് ഇതിനൊക്കെ നല്ല വിലയാണ്. ഈ മിസൈലുകൾക്കൊക്കെ വളരെയധികം വില കൂടുതൽ. പ്രിസൈസായ മിസൈലുകൾ, പ്രിസിഷൻ കൂടുന്തോറും വില കൂടുന്ന കാര്യമാണ് മിസൈൽ എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യത കൂടുമ്പോൾ ആ മിസൈലിനകത്തുള്ള ഇലക്ട്രിക് കമ്പോണൻറ്റും മറ്റു കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ അളവ് കൂടും, അതോടൊപ്പം അതിൻ്റെ വിലയും കൂടും. അപ്പോൾ ഇത് ഇസ്രായേലിന് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ ചെയ്യുന്നത് നമ്മൾ പറയുന്ന പോലെ സിവിലിയൻസിനെ ഏറ്റവും മാന്യമായിട്ട് അവരോട് പെരുമാറുന്ന ലോകത്തെ ഒരേ ഒരു ആർമിയാണ് ഇസ്രായേലിൻ്റെ ആർമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങളെന്ന് കാണുന്നത്. അല്ലെങ്കിൽ റഷ്യയൊക്കെ ചെയ്യുന്ന പോലെ. ഓക്കെ, പിന്നെ ഈ കൊലപ്പെടുത്തിയ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്താൻ കാരണം ഇസ്രായേൽ പറയുന്നത്, നമ്മൾ അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ മാത്രം തകർത്താൽ പോരാ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആണവശാസ്ത്രജ്ഞരെ കൂടി കൊല്ലണം. കാരണം അവർ അവകാശപ്പെടുന്നത്, വീണ്ടും ഇതൊക്കെ സിവിലിയൻ ആണോന്ന് വെച്ചാൽ സിവിലിയനാണ്, പക്ഷേ ഇറാൻ്റെ ആണവ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹമാണോ ഈ പ്രശ്നത്തിൽ കാരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവർ സിവിലിയനും മിലിറ്ററിക്കും ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടം വിഭാഗമാണ് ഈ ആണവശാസ്ത്രജ്ഞർ. ഇവരെ കൊലപ്പെടുത്താൻ പ്രധാനമായിട്ടുള്ള കാരണം ഇവരുടെ അറിവാണ്. ഇവർക്ക് ഈ ടെക്നോളജിയെക്കുറിച്ചുള്ള പ്രാവീണ്യം, അവരുടെ പരിചയ സമ്പത്തൊക്കെയാണ്. ഇവർ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇറാൻ്റെ ഇപ്പോഴുള്ള ആണവ നിലയങ്ങളിലുള്ള മുന്നേറ്റം അത് കുറയാൻ സാധ്യതയുണ്ട്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. മുമ്പും ഇസ്രായേൽ ഇതുപോലെ ആണവശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു 9ഓളം ശാസ്ത്രജ്ഞരാണ്. അത് ഞാൻ എന്തായാലും പ്രത്യേകം പേര് പറയാതെ തന്നെ കാണിക്കാം. അപ്പോൾ ഇവരിൽ പലരും എനിക്ക് തോന്നുന്നു ഇറാനിലെ രാഷ്ട്രീയത്തിലും പങ്കെടുക്കുന്ന ആളുകളാണ്. വളരെ സ്വാധീനശക്തിയുള്ള അവിടുത്തെ സെലിബ്രിറ്റികളാണ്. ഈ ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുന്നതിലൂടെ ഇറാന് പെട്ടെന്ന് ഒരു അണുബോംബ് ഉണ്ടാക്കി ഇസ്രായേലിലേക്ക് വിടുക, അത് തടയുക എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം നടക്കുന്നതിനിടയിലും അവർക്കത് ചെയ്യാം. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഇവരെ കൊലപ്പെടുത്തുന്നത് അത്യാവശ്യമാണെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇസ്രായേലിന് ഇറാൻ എന്ന രാജ്യത്തെ ന്യൂക്ലിയർ ആയുധം കൊണ്ട് പ്രത്യേകിച്ച് പരിക്കേൽപ്പിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ആൾനാശം ഉണ്ടാക്കാം, നേതൃത്വത്തെ കൊലപ്പെടുത്താം. പക്ഷേ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് ഇറാനിൻ്റെ ഒരു ബോംബ് പോലും ഇസ്രായേലിൽ വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു വശം. മറ്റത് ഇപ്പോൾ ന്യൂക്ലിയർ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇതിൻ്റെ ഒരുപാട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഒരുപാട് വീഡിയോകൾ ടെലഗ്രാമിലൊക്കെ കറങ്ങുന്നുണ്ട്. അതുപോലെ റോയിട്ടേഴ്സും അസോസിയേറ്റഡ് പ്രസ്സും അതുപോലുള്ള പല മാധ്യമങ്ങളിലും അതിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടു കാണും. ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഞാൻ നോക്കിയിട്ടില്ല, അവിടെയും പല വീഡിയോകളും കറങ്ങി കിടപ്പുണ്ട്. ഇറാനിലെ പലയിടങ്ങളിൽ നിന്ന് പുക വരുന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇത് നത്താൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ ആണവ കേന്ദ്രത്തിൻ്റെ സാറ്റലൈറ്റ് ചിത്രമാണ്. അവിടെ അവിടുത്തെ വൈദ്യുതി സ്റ്റേഷനും ഒക്കെ തകർത്തതിൻ്റെ ചിത്രങ്ങളാണ്. ഒപ്പം ഇത് മിസൈൽ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മലയിടുക്കിൻ്റെ അടുത്തല്ലേ ഈ അവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള ഒരു കേന്ദ്രം തകർത്തതിൻ്റെയാണ്. എന്തായാലും ഇതുവരെ നമ്മൾ കണ്ട പോലെയല്ല, ഒറ്റപ്പെട്ട ആക്രമണം എന്ന് പറയാവുന്ന തരത്തിലല്ല, ഒരു ഔദ്യോഗിക യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട അപ്പോൾ ഇറാൻ രണ്ട് രീതിയിലാണ് പ്രതികരിച്ചത്. ഒന്ന്, ആദ്യം 200ഓളം അല്ലെങ്കിൽ ഡ്രോണുകൾ, 200ആണോ 150ആണോ അറിയില്ല, ഡ്രോണുകൾ അയച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ പെട്ടെന്നുള്ള പ്രതികരണമായിരിക്കും. പക്ഷേ അപ്പോൾ സംഭവിച്ചത് ആ ഡ്രോണുകളൊക്കെ ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിയുടെ പുറത്ത് വെച്ച് ഇസ്രായേലും ജോർദനും മറ്റ് രാജ്യങ്ങളും കൂടി തകർത്ത്, ഇസ്രായേലും ജോർദനുമാണ് പ്രധാനമായിട്ട്, ജോർദൻ അവരുടെ വ്യോമാതിർത്തി അടച്ചു എന്ന് പറഞ്ഞിട്ട് അവരവിടെ വരുന്ന ഡ്രോണുകളൊക്കെ തകർത്തിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലും മറ്റ് ഡ്രോണുകൾ തകർക്കുന്നത്. ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ആ സമയത്തും ഇറാൻ്റെ എയർ സ്പേസിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇറാൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. കാരണം അവർക്ക് ഇസ്രായേൽ അവിടെ ഇറാൻ്റെ വ്യോമാതിർത്തിയിൽ ഏത് പ്ലെയിന് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനുശേഷം ഇസ്രായേലിലേക്ക് 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. അതിൽ 25% തുറന്ന പ്രദേശങ്ങളിൽ പോയിട്ട്, അറിയാലോ ഈ ബാലിസ്റ്റിക് മിസൈൽ, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയോളം ചിലപ്പോൾ പാടത്തൊക്കെ പോയി വീഴും. അതിന് പ്രത്യേകിച്ച് ലക്ഷ്യം ഒന്നുമില്ല. പക്ഷെ ചില ഈ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥയായിട്ടുള്ള അയൺ ഡോമും മറ്റും കവച്ച് വെക്കുന്ന ഏതാനും മിസൈലുകൾ ചില ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ചില കെട്ടിടങ്ങളെ തകർത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. 3 പേര് കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരായ 3 ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ നോക്കുക, ഒരു കുട്ടിയെ, ചെറിയ 3 മാസം പ്രായമുള്ളൊരു കുട്ടിയെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എവിടെയും മാധ്യമങ്ങളിൽ കാണില്ല. കാരണം അവർക്ക് മുഹമ്മദ് കുട്ടി, കുഞ്ഞാലിക്കുട്ടി അങ്ങനത്തെ കുട്ടികൾ മാത്രമേ ഇഷ്ടമുള്ളൂ. ഡേവിഡ് കുട്ടി, ജോസഫ് കുട്ടിയൊന്നും അവരുടെ കണത്തിൽ പെടില്ല. അതുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കില്ല. കാരണം ഈ വാർത്ത ഇതിൻ്റെ ഇങ്ങനെ ഒരു കെട്ടിടം തകർന്നതിൻ്റെ ഭാഗമായിട്ട് അതിനിടയിൽപ്പെട്ട് കണ്ടെടുത്ത ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നുമില്ല. പക്ഷെ ഒരു മാധ്യമം, ഞാൻ ഇസ്രായേലി മാധ്യമങ്ങൾ ഒഴിച്ച് ഇതൊരു വലിയ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടില്ല. എന്നാൽ ഗാസയിൽ എവിടെയെങ്കിലും ഒരു കുട്ടി ജസ്റ്റ് കുട്ടിയുടെ കയ്യിനൊരു നുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കാറുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു വാർത്ത പറയാനുള്ളത് 7 IDF-ൻ്റെ പട്ടാളക്കാർക്ക് ചെറുതായിട്ട് പരിക്കേറ്റു. എനിക്ക് തോന്നുന്നു അവരുടെ പോസ്റ്റിന് നേരെയോ ഏതോ ഒരു മിസൈലോ മറ്റോ അടുത്തെങ്ങാണ്ട് പതിച്ചപ്പോൾ ചെറുതായിട്ടുള്ള പരിക്ക് ഏറ്റവും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് നേരെ ഇറാനിപ്പോൾ അവരുടെ മൊത്തം മിലിറ്ററി നേതൃത്വത്തിൻ്റെ അവരെ കൊലപ്പെടുത്തിയിട്ടും ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയിട്ടും അവർ നടത്തി തിരിച്ചടി നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇപ്പം തന്നെ തോറ്റ അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നുള്ളത് വളരെ കൗതുകരമാണ്. കാരണം ഇറാന് പ്രതിരോധ വ്യവസ്ഥയില്ല, മിസൈൽ പ്രതിരോധം ഇറാന് നടത്താൻ പറ്റില്ല. ഏത് വിമാനത്തിനും, ഇപ്പോൾ ഇന്ത്യൻ വിമാനം അങ്ങോട്ട് പോയിട്ട് ഒരു ബോംബിട്ടാലും ഇറാനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ വ്യോമാതിർത്തി മൊത്തം അല്ലെങ്കിൽ വ്യോമ മേഖല മൊത്തം ഇസ്രായേലിൻ്റെ ആധിപത്യത്തിലാണ്. അപ്പോൾ എന്താ പറയുക, ഒരു രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ യുദ്ധത്തിലുള്ള പതനം ഓൾറെഡി ഇറാന് സംഭവിച്ചിട്ടുണ്ട്. അവർക്കിനി ഏകമാർഗം ഇതുപോലത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ ബുദ്ധിമുട്ടിലാക്കുക, അവരുടെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥയെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതും ഇസ്രായേൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ ഓൾറെഡി മൊസാദ് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണം അവർ പല ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ഇറാനിലെ അകത്ത് നിന്ന് തന്നെ അവർ ഈ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്ന വണ്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടെയ്നറുകളും അതിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഒരു തരത്തിലും
ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ബലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും കുറയാനാണ് സാധ്യത. ഇപ്പോൾ 200 അയച്ചെന്ന് പറയുന്നു, ഇനി 200 അയക്കാൻ പറ്റുമോ എന്നുള്ളതും സംശയത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ഭാവിയിൽ നമുക്ക് ഇതിൻ്റെ മറ്റു വാർത്തകൾ കാണാം. ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല, ഒരുപാട് അധികം നാശനഷ്ടങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഒരുപക്ഷം പ്രതീക്ഷിക്കാം. കാരണം ഈ മിസൈലുകൾ ഇങ്ങനെ തൊടുത്തുവിട്ട് ഒരുപക്ഷെ അതിനെ എല്ലാത്തിനെയും അടിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ 1-2 ഏതെങ്കിലും കെട്ടിടത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സിവിലിയൻസ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അയച്ച മിസൈലിൻ്റെ എണ്ണവും വീണ മിസൈലിൻ്റെ എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ സിവിലിയൻസ് ഏതാനും മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. മിക്ക ആളുകളും ബോംബ് ഷെൽട്ടറുകളിലാണ്. ഇപ്പോൾ പറയുന്നത് തൽക്കാലത്തേക്ക് അവർക്ക് ഷെൽട്ടറുകളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളിലേക്കൊക്കെ മാറാം. പക്ഷേ ഇന്ന് രാത്രി വീണ്ടും ഇറാനിൽ നിന്നൊരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടുത്തെ ഇസ്രായേലിലെ അധികൃതർ മുന്നോട്ട് വന്നു. എന്തായാലും അവിടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ യുദ്ധം തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇറാനിൽ ഇപ്പോഴും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. പോക്രിക്ക് ഇതിന്റെ ഒരു എന്താ ഇതിന് പ്രഡിക്ഷൻ? ഇതൊരു ഒരു പ്രൊലോങ്ഡ് ലോ ലെവൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് തുടരുമോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സീസ് ഫയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടരുമോ, അല്ലെങ്കിൽ ഒരു റെജീം ചേഞ്ചിനെ അതിന്റെ ഉള്ളിലുള്ള ഫോഴ്സസിനെ ഈ ഒരു അവസരം അവർ മുതലാക്കി അവർ ടോപ്പിൾ ചെയ്യാൻ ശ്രമിക്കും? എന്താ പോക്രിക്ക് തോന്നുന്നത്? റെജീം ചേഞ്ച് നടക്കുക എന്നുള്ളതൊക്കെ അത് ഒരു അത്യാഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ ജനത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറാഖിൽ സദ്ദാം ഹുസൈനുള്ള കാലഘട്ടത്തിൽ ഷിയാക്കൾ ഒരു റെജീം ചേഞ്ച് നടത്താൻ സാധ്യതയുണ്ട്. കാരണം അവരാണ് ഭൂരിപക്ഷം. പിന്നെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ശക്തിയുണ്ട്. ഇപ്പോൾ ഈ ഇറാനിലെ ഭരണകൂടത്തിന് ഇത്തരം പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധ്യതയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പറയപ്പെടുന്നത്, ഇപ്പോൾ നെതന്യാഹുവൊക്കെ പ്രസ്താവനയിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇറാനിലെ ജനതയോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾ മേടിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജനത എത്രത്തോളം അതിന് പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടി ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് ആ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മിലിറ്ററി കമാൻഡർമാരെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മിഡിൽ ഈസ്റ്റ് മാത്രം കാണുന്ന കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ നമുക്ക് ഒരു ആണവ ആയുധം വിക്ഷേപിക്കാനുള്ള തരത്തിൽ അത്രയും ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും വലിയൊരു ആക്രമണമാണ് അവിടെ അഴിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലമായിട്ട് നെതന്യാഹു എന്ന രാഷ്ട്രീയക്കാരൻ്റെ വ്യക്തിപരമായ മോഹവും അയാളുടെ പിന്നെ ഇസ്രായേലിൻ്റെ രാജ്യതാല്പര്യത്തിനും ഉതകുന്നൊരു കാര്യമാണ് ഇറാൻ്റെ ആണവായുധം അല്ലെങ്കിൽ ആണവായുധത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം തകർക്കുക എന്നുള്ളത്. അത് ഒന്നുകിൽ പുറകോട്ടടിക്കുക അല്ലെങ്കിൽ കാലതാമസം വരുത്തുക എന്നുള്ളത്. അതിന് ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇസ്രായേൽ എന്നത് ചെറിയൊരു രാജ്യമാണ്. അവിടേക്ക് 2-3 ആണവായുധം വിട്ടാൽ തന്നെ ഒരുപാട് നാശനഷ്ടവും ഇസ്രായേലിൻ്റെ എന്താ പറയുക ഭാവി തന്നെ അത് അവതാളത്തിലാവും. ഒരുപക്ഷെ ഇസ്രായേലിനെ നശിപ്പിക്കാനും പറ്റും. പക്ഷേ ഇറാൻ വലിയൊരു രാജ്യമാണ്, ഇറാന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇപ്പം ആക്രമിച്ചില്ലെങ്കിൽ അവർക്ക് ഈ ഇറാൻ ആണവായുധം അവർക്ക് ഒരു ബോംബാക്കി മാറ്റും. അവരുടെ കയ്യിലുള്ള യുറേനിയം വെച്ച് ഒരു ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ബോംബ് വെച്ച് തിരിച്ചടിക്കണം. ആണവ ബോംബ് വെച്ച് തിരിച്ചടിക്കുന്നത് വരെ കാത്തിരിക്കണോ, അതോ ഇപ്പം ആക്രമിച്ച് അവരുടെ ആണവായുധത്തിലേക്കുള്ള പോക്ക് തടസ്സപ്പെടുത്തണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇത് ചെയ്തത്. ഇത് നെതന്യാഹു ഒരുപാട് കാലം മുമ്പ് തന്നെ പറയുന്നതായിരുന്നു, ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തീർച്ചയായും ഇത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യും. ഇത് ഒരുപാട് വർഷം മുമ്പ് പല തവണയായിട്ട് പല ഘട്ടങ്ങളിൽ അവർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബൈഡൻ്റെ കാലഘട്ടത്തിൽ ബൈഡനാണ് വിലക്കിയത്. ട്രംപ് വന്നപ്പോൾ ട്രംപ് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ 6ാം വട്ട ചർച്ചയാണ് ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ ശനിയാഴ്ച അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പല ചർച്ചകളിലും ഇറാൻ്റെ ഒരു പ്രതികരണം നോക്കുമ്പോൾ അവർ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് നിർത്താൻ തയ്യാറല്ല എന്നാണ് മനസ്സിലായിരുന്നത്. അപ്പോൾ അവസാനം ട്രംപുമായിട്ട് സംസാരിച്ച് ഒരു പക്ഷേ ഇയാൾ തീരുമാനമെടുത്തായിരിക്കാം. എന്തായാലും റെജീം ചേഞ്ച് അവിടുത്തെ ഭരണകൂടം ഇറാനിൽ മാറുമോ എന്നുള്ളത് അത് വളരെ സംശയകരമാണ്. അത് ചിലപ്പോൾ സാധ്യതയില്ല. പക്ഷേ ഇറാനും മുമ്പുള്ളതിനേക്കാൾ വളരെ വളരെ അവരുടെ പ്രതിരോധവും രാജ്യം എന്ന നിലയിലുള്ള നിലനിൽപ്പും അവതാളത്തിലായി എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരു നിഗമനമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇതുപോലൊരു ആക്രമണം ഏത് രാജ്യം നേരിട്ട് കഴിഞ്ഞാലും ആ രാജ്യം തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം.
കാരണം നിങ്ങളുടെ വ്യോമ മേഖല, നിങ്ങളുടെ എയർ സ്പേസ് മൊത്തം മറ്റൊരു രാജ്യം കൈയടക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു പോരാട്ടത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണ്. ഓക്കെ, അതല്ലായിരുന്നു ചോദ്യം. അതെ അതെ, താങ്ക്സ്. വിഷ്ണു? ഓക്കെ, എനിക്ക് ഒരു 1-2 പോയിന്റും കൂടെ ഇത് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഓഹോ. അപ്പോൾ അതെ, വേറൊന്നുമല്ല, നമ്മള് ഇത് കേരള രാജ്യം നോക്കുമ്പോണ്ടല്ലോ, ഒക്ടോബർ 7 നമ്മൾ ഇസ്രായേലിൽ വന്നത് കടന്നുകയറി ആക്രമിച്ച സമയത്ത് ഇവിടെ എം സ്വരാജിനെ പോലുള്ളവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പാലസ്തീനിനെ അവർ എന്ത് ചെയ്താലും നമ്മൾ തെറ്റ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ന്യായീകരണം ഇറക്കിയ ആൾക്കാരാണ് എം സ്വരാജിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൊന്നും. എന്നാൽ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണ്? ഈ ആണവ നിലയത്തെ പോലെ ഉള്ള സ്ഥലത്ത് പോയി ഇറാനിൽ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ അവർ തിരിച്ചു ചെയ്യാൻ പോലെ പോക്കിരി പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, അവരുടെ ഉദ്ദേശം പോലെ ജൂതന്മാരെ ഫുള്ളായിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഈസിലി പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ആ ഒരു പ്രതിരോധം ഇസ്രായേൽ ചെയ്തപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തെമ്മാടി രാജ്യമാണ് ഇസ്രായേൽ എന്നാണ്. ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും പറഞ്ഞാൽ ഞാനൊന്ന് കൺക്ലൂഷൻ വെക്കാൻ വെച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, യെസ്. എന്തായാലും അതൊരു ഇസ്രായേലിനെ തീർക്കും എന്നത് അവർ പച്ചയായിട്ട് പല തവണയായിട്ട് ആവർത്തിച്ചുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അതൊരു പുതുമയുള്ള വിഷയമല്ല. ആ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഈ ആയുധ, നമ്മളെ ന്യൂക്ലിയർ, അതിൻ്റെ എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇൻ്റലിജൻസ് അവിടെയും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സിവിലിയൻസിനെതിരെയോ രാഷ്ട്രീയത്തിനെതിരെയോ അല്ല അവർ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അതിനകത്ത് ഒരു പക്ഷം പിടിക്കുമ്പോൾ അത് സൂക്ഷിക്കണമെന്ന് നമ്മളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇത് തീവ്രവാദികൾക്കെതിരെയാണ്. നമ്മളിവിടെ ഇറാനിയൻ ജനതയോടൊപ്പം അത് തന്നെയാണ് നിൽക്കേണ്ടത്. അവരുടെ രാഷ്ട്രീയം, ഇപ്പോൾ ഈ ഒടുവിലുണ്ടായിട്ടുള്ള ഇലക്ഷൻ, ആ ഇലക്ഷൻ്റെ സമയത്ത് പോലും അതിലൂടെ വന്നിട്ടുള്ളൊരു പുതിയ നേതൃത്വം, അവരുടെ ഒരു രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഭരിക്കണം എന്നുണ്ട്. പക്ഷേ ഇറാനിലൊരു പ്രത്യേകത, ഭരിക്കുന്ന പാർട്ടിയുടെ മുകളിൽ ഒരു ഷൂറ കമ്മിറ്റി പോലെ ഇവരിങ്ങനെ പറന്നിങ്ങനെ നടക്കും, ഈ മത ഉസ്താദുമാർ. അപ്പോൾ അവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അവരാണ് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർ മാറിക്കിട്ടുക, ഈ IRGCയുടെ കൺട്രോൾ പോയി കിട്ടുക എന്നൊക്കെ ഉള്ളത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയും അതുപോലെ നല്ല രീതിയിൽ ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും ഒരു ആവശ്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിൽ അത് മാറുമെന്നാണ് ആ നാട്ടുകാർ വിചാരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അവിടുത്തെ രാഷ്ട്രീയം കൈകാളുന്ന ആളുകളും കൂടി പറയുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.